BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും ഏറ്റവും സുരക്ഷിതമായ കോട്ടകളിൽ ഒന്നായാണ് കോട്ടക്കൽ മണ്ഡലം അറിയപ്പെടുന്നത്. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം രൂപീകൃതമായ ഈ മണ്ഡലത്തിൽ ഇന്നുവരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളല്ലാതെ മറ്റാരും വിജയിച്ചിട്ടില്ല. ഇത്തവണ ലീഗിന്റെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ഇറങ്ങുന്നത്. LDF-ന് വേണ്ടി K പ്രീതയാണ് ഇത്തവണ കോട്ടകളിൽ മത്സരിക്കുന്നത്. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് K ആബിദ് ഹുസൈൻ തങ്ങൾ UDF-നായി കളത്തിലിറങ്ങുമ്പോൾ വാശിയേറിയ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളിയാണ് NDA സ്ഥാനാർത്ഥി. ഗ്രാമീണ മേഖലകളും നഗരസഭകളും ചേർന്ന സമ്മിശ്രമായ ഒരു ഭൂപ്രകൃതിയാണ് കോട്ടക്കൽ മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നത്. തിരൂർ താലൂക്കിലെ എടയൂർ, ഇരുമ്പിളിയം, കോട്ടക്കൽ, കുറ്റിപ്പുറം, മാറാക്കര, പൊന്മള, വളാഞ്ചേരി എന്നീ പഞ്ചായത്തുകൾ കോട്ടക്കൽ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനത്തെ മറികടക്കാൻ LDF-ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. NCPയെ മുൻനിർത്തി ഇടതുമുന്നണി ലീഗിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ശ്രമിക്കാറുണ്ടെന്ന് യാഥാർത്ഥ്യമെങ്കിലും വോട്ട് വിഹിതത്തിൽ ലീഗിന് അടുത്തെത്താൻ LDF-ന് കഴിയാറില്ല. 2011 അബ്ദുൾ സമദ് സമുദായയിലൂടെയാണ് ലീഗ് ഇവിടെ ജൈത്രയാത്ര തുടങ്ങിയത്. 35,000-ലധികം വോട്ടുകളുടെ കൂറ്റൻ ഭൂരിപക്ഷത്തോടെയായിരുന്നു മണ്ഡലത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ലീഗ് ആധിപത്യം സ്ഥാപിച്ചത്. പിന്നീട് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളിലൂടെ മണ്ഡലം ലീഗ് നിലനിർത്തിപ്പോരുകയാണ്. 2011 അപേക്ഷിച്ച് 2016-ലും 2021-ലും വോട്ട് വീതം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് LDF-ന് പ്രതീക്ഷ നൽകുന്നത്. NCP സ്ഥാനാർത്ഥിയായ മുഹമ്മദ് കുട്ടിയിലൂടെ ലീഗ് ഭൂരിപക്ഷം 10,000-ന് അടുത്തേക്ക് കുറയ്ക്കാൻ LDF-ന് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയം. മറുഭാഗത്ത് NDA സ്ഥാനാർത്ഥികൾ ഇവിടെ 10,000 മുതൽ 15,000 വരെ വോട്ടുകൾ നേടാറുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കോട്ടക്കൽ മണ്ഡലം. 2008 മണ്ഡലം പുനർനിർണയത്തിന് ശേഷമാണ് നിലവിലെ രൂപത്തിൽ നിലവിൽ വന്നത്. 2011 മുസ്ലിം ലീഗിന്റെ അബ്ദുൾ സമദ് സമദാനിയാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. 69,700-ലധികം വോട്ടുകൾ നേടിയാണ് സമദാനി എതിർ സ്ഥാനാർത്ഥിയായിരുന്ന CPA-യുടെ CP സുനീറയെ 36,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. 2016-ൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് കോട്ടക്കലിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായത്. NCPയുടെ മുഹമ്മദ് കുട്ടിയെ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മറികടക്കാൻ ആബിദ് ഹുസൈൻ തങ്ങൾക്ക് കഴിഞ്ഞെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടായി. 2021-ൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ വീണ്ടും മത്സരിക്കാനെത്തുമ്പോൾ NA മുഹമ്മദ് കുട്ടി തന്നെയായിരുന്നു എതിരാളി. 16,588 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ആബിദ് ഹുസൈൻ തങ്ങൾ ജയിച്ചു കയറി. ഇത്തവണ ആബിദ് ഹുസൈൻ തങ്ങൾ വിജയിച്ച UDF അധികാരത്തിലെത്തിയാൽ കോട്ടക്കലിൽ നിന്ന് ഒരു മന്ത്രി നിയമസഭയിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയായി ആബിദ് ഹുസൈൻ തങ്ങളെ പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.